നമ്മുടെ രാജ്യത്ത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പേര് അത് നമ്മുടെ സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നതും ഇതേ സംസ്ഥാനം തന്നെയാണ്, ഇതേ കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്നതായ കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നത്. ഏതായാലും റെയിൽവേയുടെ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 2 ഡിവിഷനാണല്ലോ ഉള്ളത്, തിരുവനന്തപുരം ഡിവിഷനും പാലക്കാട് ഡിവിഷനും. ഈ 2 ഡിവിഷനുകളിലെയും എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേയുടെ ജനറൽ മാനേജർ RN സിംഗ് നടത്തുന്ന യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള യോഗം ഇന്നലെ നടന്നിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള എംപിമാരുടെ യോഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ലോക്സഭ രാജ്യസഭ എംപിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും കേരളത്തിൻ്റെ റെയിൽവേ വികസനം, കേരളത്തിൻ്റെ ട്രെയിനുകൾ കിട്ടേണ്ടതിൻ്റെ ആവശ്യകത, വേഗം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷ്ണു തലവൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിഷ്ണു, ഏറ്റവും കൂടുതൽ റെയിൽവേ മേഖലയിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. അതേ കേരളം തന്നെയാണ് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നതും. ഏതായാലും റെയിൽവേയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചു എന്നത് ആശ്വാസകരം തന്നെയാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. ഈ യോഗത്തിൽ പ്രധാനമായും കേരളവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്? മനു, തീർച്ചയായിട്ടും ഇതിപ്പോൾ കേരളത്തിലെ 2 ഡിവിഷനുകളിലെ എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറായിട്ടുള്ള RN സിംഗ് നടത്തുന്ന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഡിവിഷൻ്റെ യോഗം നടന്നിരുന്നു. ഇന്ന് അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷൻ്റെ യോഗം നടക്കുന്നുണ്ട്. ആകെ കേരളത്തിൽ നിന്ന് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ ഉൾപ്പെടെ 29 പേരും മറ്റ് ഡിവിഷനിൽ പെടുന്ന എംപിമാർ, അതായത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെ 36 എംപിമാരാണ് ആകെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന യോഗം തന്നെയാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങളാണ് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട എംപിമാർക്ക് ഉന്നയിക്കാനുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ സിൽവർ ലൈൻ വേണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ തന്നെ ഒരു LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി കൊണ്ടുവന്നതാണ് സിൽവർ ലൈൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയം അത് യോഗത്തിൽ ശക്തമായി തന്നെ ഇടത് എംപിമാർ ഉന്നയിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് എറണാകുളം ബാംഗ്ലൂരൊക്കെ കണക്ടിവിറ്റിക്ക് വേണ്ടി കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ, നേരത്തെ സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ പാതയിൽ അനുവദിച്ചിരുന്നു. അത് 12 സർവീസുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ വളരെ മികച്ച ഒരു പ്രതികരണമായിരുന്നു കേരളത്തിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ അനുവദിക്കണമെന്ന ഒരു ആവശ്യം ശക്തമായി തന്നെ എംപിമാർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് കൂടുതൽ ട്രെയിൻ സർവീസുകൾ, അതിൻ്റെ ഒരു ആവശ്യകത കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനു പുറമെ ശബരി റെയിൽപാത, അത് വളരെ വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്നതാണ്. ഈ അങ്കമാലി ശബരി റെയിൽപാത പൂർത്തീകരിക്കണമെന്ന ഒരു കാര്യം. ഇത് 1997 ഇത്തരത്തിൽ ഒരു അംഗീകാരം, ശബരി റെയിൽപാതയുടെ അംഗീകാരം ലഭിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം 27 വർഷമായിട്ടും ആ പാത യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തീരുമാനം വേണമെന്ന ആവശ്യം എംപിമാർ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് വിഴിഞ്ഞം കണക്ടിവിറ്റി, ഈ വിഴിഞ്ഞം കണക്ടിവിറ്റി, അതിന് പുറമെ മെമു സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഈ യോഗത്തിൽ ശക്തമായി ഉണ്ടാകും. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ എംപിമാരുടെ ഭാഗത്തു നിന്ന് യോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ യോഗം എന്ന് പറയുന്നത് ദക്ഷിണ റെയിൽവേ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗമാണ്. അതുകൊണ്ട് തന്നെ എംപിമാർക്ക് കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ, റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട പൊതു ആവശ്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ശക്തമായി തന്നെ ഉന്നയിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സിൽവർ ലൈനായാലും വിഴിഞ്ഞം കണക്ടിവിറ്റി, ശബരി റെയിൽപാത, അതോടൊപ്പം തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ, കൂടുതൽ ട്രെയിൻ സർവീസുകൾ വേണമെന്ന ആവശ്യമൊക്കെ തന്നെ ശക്തമായി എംപിമാർ ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിൻ്റെ കാര്യമാണ്.
കാരണം ഈ ട്രെയിൻ സർവീസുകളിൽ ലഭിക്കുന്ന ഭക്ഷണം അതിൽ ഒരു നിലവാരമില്ല എന്നൊരു ആക്ഷേപം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊച്ചി കോർപ്പറേഷൻ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വന്ദേ ഭാരത് ട്രെയിനുകളിലടക്കം നൽകാൻ വെച്ചിരുന്ന ഭക്ഷണമാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതായത് യാത്രക്കാർക്ക് നൽകുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യമടക്കമായാണ് എംപിമാർ ഈ യോഗത്തിൽ ഉന്നയിക്കുക. മനു, ശരിയായാലും വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. വിഷ്ണു.